ക്യാമറയോട് വലിയ ക്രേസ് ആണെന്ന് പറഞ്ഞു കേട്ടോ. അപ്പോൾ എത്ര കളക്ഷൻസ് ഉണ്ട് ക്യാമറ? കളക്ഷൻ ഒന്നുമില്ല, ഒരു ക്യാമറ പോരെ. ഫോട്ടോഗ്രാഫിയോടാണ് ക്രേസ്, ക്യാമറയോടല്ല അല്ലേ. ക്യാമറ ഒരെണ്ണം മതി, ഫോട്ടോ എടുക്കുന്നതിന് ഒറ്റ ആയുധം മതി. ക്യാമറ കളക്ഷൻ ക്രേസ് അല്ല ഉള്ളത്. സാറിൻ്റെ ശബ്ദം സാറിനൊരു അനുഗ്രഹമല്ലേ? എനിക്ക് എന്താണ് എല്ലാ അനുഗ്രഹമല്ലേ, എല്ലാം എൻ്റെ ഭാഗ്യമല്ലേ. എന്നാലും ശബ്ദം സാർ മലയാളം ഇൻഡസ്ട്രിയിൽ തന്നെ എല്ലാവരുടെയും വ്യത്യാസമായിട്ട് സാറുടെ ഒരു ശബ്ദം. അങ്ങനെ ശബ്ദം എന്ന് പറയുന്നത് എന്താ പറയുക, ശബ്ദ നിയന്ത്രണമുണ്ട് എനിക്ക്. ശബ്ദം കൺട്രോൾ ചെയ്യാൻ പറ്റും, ഏത് ഫ്രീക്വൻസിയിലും ശബ്ദം ഉണ്ടാക്കാൻ ഇപ്പം പറ്റുന്നുണ്ട്. കുറച്ചുകൂടെ പ്രായമാകുമ്പോൾ പറ്റില്ല, ഒറ്റ ശബ്ദം ഉണ്ടാവുള്ളൂ. പക്ഷെ ഇപ്പം നമുക്ക് ഈ പറഞ്ഞ പോലെ ഈ റെസൊനൻസ് അല്ലേ, അതിവിടം മുതൽ ഇത്രത്തോളം ശബ്ദം മാറ്റാൻ പറ്റും. അത് ഫാദറിന് അങ്ങനെ വല്ല ഗാംഭീര്യത ഉണ്ടായിരുന്നോ ശബ്ദം? ഫാദറിൻ്റെയൊക്കെ ശബ്ദം എൻ്റെ ശബ്ദം പോലെ തന്നെ. പക്ഷേ പുള്ളി ഈ പണിയൊന്നും പുള്ളിക്ക് പ്രാക്ടീസ് ഇല്ല. നമ്മളെ വീട്ടിലെല്ലാവരും ശബ്ദം ഏകദേശം എൻ്റെ പോലെ തന്നെ. എൻ്റെ അനിയന്മാരുടെ ഈവൻ എൻ്റെ മോന് വരെ ഇപ്പോൾ ശബ്ദമായി വരുന്നുണ്ട്. സാർ ഒരു ബോൺ ആക്ടർ എന്നതിനേക്കാൾ ഒരു ഇംപ്രവൈസ്ഡ് ആക്ടർ അല്ലേ? ബോൺ ആക്ടർ അല്ല ഞാൻ എന്താ പറയുക, ഞാനൊരു ആപ്പിറ്റൈസിങ് ആക്ടറാണ്. എൻ്റെ ആഗ്രഹങ്ങൾ കൊണ്ട് ഞാൻ നടനാകുന്നു. പിന്നെ ഞാൻ എന്തെല്ലാം കാണിക്കുന്നതെല്ലാം നോട്ട് ബേസിക്കലി ഞാൻ ബോൺ ആക്ടർ എന്ന് ഞാൻ പറയുന്നില്ല. ഞാൻ എഫർട്ട് എടുത്ത് സ്ട്രെയിൻ എടുത്ത് ഒബ്സർവ് ചെയ്ത് ഐഡൻറ്റിഫൈ ചെയ്ത് ഞാൻ തന്നെ വളരെ വളരെ ഇൻ്റലിജൻ്റായിട്ട് അപ്രോച്ച് ചെയ്യുന്നതുകൊണ്ടാണ് എൻ്റെ ക്യാരക്ടേഴ്സ് വരുന്നത്. ഞാൻ എൻ്റെ ക്യാരക്ടേഴ്സിന് എപ്പോഴും ഒരു ഇൻ്റലക്ച്വൽ അപ്രോച്ച് ഉണ്ടാവും. എങ്ങനെ ക്യാരക്ടറിൻ്റെ മാനസിക വ്യാപാരങ്ങളല്ലാതെ ക്യാരക്ടറിൻ്റെ ബുദ്ധിയിൽ നമ്മൾ കയറിയിരിക്കണം ആദ്യം. ആ ലൈനിൽ പോകുന്നതുകൊണ്ടാണ് എൻ്റെ ക്യാരക്ടേഴ്സിന് ഒന്നും മറ്റൊരു ക്യാരക്ടർ തമ്മിൽ തൊടാതെ നിൽക്കുന്നത്. ഒരു ക്യാരക്ടറിൻ്റെ കണ്ടിന്യൂഷൻ അല്ലാതെ, അല്ലെങ്കിൽ ഒരു ക്യാരക്ടറിൻ്റെ എന്താ പറയുക മെറ്റമോർഫോസിസ് നമുക്ക് ഫീൽ ചെയ്യുന്നത്. അത് വളരെ കെയർഫുള്ളായിട്ടും നമ്മൾ ആലോചിച്ച് നീങ്ങുന്നതുകൊണ്ടാണ്. ചുമ്മാ ഒരു ക്യാരക്ടർ അങ്ങോട്ട് അഭിനയിച്ച് പോകുകയല്ല. എല്ലാ ക്യാരക്ടറിനും ഒരു സീൻ ചെയ്യുമ്പോഴും ഒരു ഡയലോഗ് പറയുമ്പോഴും ഓരോ ആക്ഷൻ ഇടുമ്പോഴും അതിനൊന്ന് നമ്മൾ പ്രിപ്പയർഡാണ്. ഇങ്ങനെ പോകണം, അതിനൊരു ഗ്രാഫ് ഉണ്ടാവും. അതുകൊണ്ട് ആ ഗ്രാഫ് തെറ്റിപ്പോഴേ നമ്മുടെ കെയർലെസ് ആണെങ്കിൽ നമ്മുടെ ഗ്രാഫ് തെറ്റിപ്പോകും. അങ്ങനെ വരുമ്പോഴാണ് ഫെയിലിയർ ആവുന്നത്. അല്ലെങ്കിൽ കറക്റ്റായിട്ട് ഗ്രാഫ്ഡ് ആയിരിക്കില്ല ക്യാരക്ടർ, ഗ്രൂംഡ് ആയിരിക്കില്ല ക്യാരക്ടർ. അഡ്വക്കേറ്റ് റോൾസ് അഭിനയിച്ച് കഴിഞ്ഞിട്ട് അപ്പോൾ അഡ്വക്കേറ്റ് റോളും സിനിമയിലെ അഡ്വക്കേറ്റും യഥാർത്ഥത്തിലുള്ള അഡ്വക്കേറ്റും സിനിമയിലുള്ള അഡ്വക്കേറ്റും അല്ല, പക്ഷേ അത് അഭിനയിക്കുമ്പോൾ അതിലേക്ക് ഇറങ്ങിപ്പോയിട്ടാണല്ലോ അഭിനയിക്കുന്നത്. അതെ, പക്ഷേ അത് നമുക്ക് പലപ്പോഴും അത് കഥയുമായി ചേർന്നതാണ്. അഡ്വക്കേറ്റ് സിനിമയിലെ വക്കീൽ എന്ന് പറഞ്ഞാൽ യഥാർത്ഥ വക്കീലായിട്ട് കഥയിൽ പ്രാധാന്യമുള്ള സംഘത്ത് മാത്രമേ വരുന്നുള്ളൂ. അഡ്വക്കേസി എന്നൊരു പ്രൊഫഷൻ വരുമ്പോൾ ഇപ്പോൾ ഒരു വക്കീലിൻ്റെ ജീവിതവും വക്കീലിൻ്റെ കോടതി ജീവിതവും തമ്മിൽ വ്യത്യാസമുണ്ട്. അപ്പോൾ ഒരിക്കലും അത് മിസ്സായി എന്നുള്ളൊരു ഫീലിംഗ് വരുന്നില്ല ആ പ്രൊഫഷനോടൊന്നും എനിക്കങ്ങനെ മിസ്സായെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഇപ്പോഴും മിസ്സായിട്ടില്ലല്ലോ. എപ്പോഴും നമുക്ക് പോകാമല്ലോ. അങ്ങനെയുള്ള വക്കീലായിട്ട് അതിനാണല്ലോ വക്കീലായത് ഞാൻ. എന്തെങ്കിലും സിനിമയിൽ നമുക്ക് നിലനിൽക്കാൻ പറ്റില്ല എന്നുള്ള അവസ്ഥ വന്നാൽ തിരിച്ചു പോകാൻ വേണ്ടിയാണ് അങ്ങനെ ഇൻഡിപെൻഡൻ്റ് ആയിട്ടുള്ള പ്രൊഫഷനിൽ വന്നതിന് ശേഷം ഞാൻ സിനിമയിൽ ട്രൈ ചെയ്തു. തിരിച്ചു പോയാൽ ക്യാച്ച് ചെയ്തെടുക്കാൻ പറ്റും തോന്നുന്നുണ്ട്. ഇപ്പോൾ ഒരുപാട് മുമ്പോട്ട് പോയില്ലേ. പിന്നെ നമ്മൾ ഇവിടെ മുതൽ തുടങ്ങിയാൽ മതി, അങ്ങോട്ട് പോകണ്ട. ഇപ്പോൾ 22 വർഷം നമുക്ക് നഷ്ടപ്പെട്ടിട്ടുണ്ട്. പക്ഷേ ആ 22 വർഷം നഷ്ടപ്പെട്ടിടത്ത് നമ്മൾ അവിടെ മുതൽ തുടങ്ങണ്ട. ഇപ്പോൾ 22ാമത്തെ വർഷം മുതൽ തുടങ്ങിയാൽ മതി. വക്കീൽ പണിക്ക് അങ്ങനെ ഒരു ഗുണമുണ്ട്. നമ്മൾ അപ് ടു ഡേറ്റ് ആയാൽ മതി, ഒരുപാട് പുറകോട്ട് പോകണ്ട. ഇഷ്ടപ്പെട്ട നായിക ആരാ? എല്ലാവരും നല്ലതാണ്. ഇഷ്ടപ്പെട്ട നായിക കല്യാണം കഴിച്ച് 2 പിള്ളേരുണ്ട്. നായികമാരോട് ഒരാളോട് മാത്രം നമുക്ക് ഇഷ്ടമായി കഴിഞ്ഞാൽ മറ്റുള്ളവർക്ക് സങ്കടമാവില്ലേ? 2-3 ഓപ്ഷൻസ് പറയാം. 2-3 ഓപ്ഷൻ പറഞ്ഞാലും, കാരണം എൻ്റെ കൂടെ ഒരു 10, 25, ഒരു 50, 30 പേര് 40 പേരെങ്കിലും കണ്ടിന്യൂസ് ആയിട്ട് അഭിനയിച്ചിട്ടുണ്ട്. ആരുടെ കൂടെ ഏറ്റവും കൂടുതൽ സെൽഫ് ഫിലിം? ആരോടെ ആവും? സീമയോ ശോഭന അങ്ങനെയൊക്കെ ആയിരിക്കും. അവരാരെങ്കിലും ആയിരിക്കും. ശോഭനയായിരിക്കും, അവരായിരിക്കും കൂടുതൽ. അത് ഞാൻ അവരോട് പ്രത്യേകിച്ച് താല്പര്യമുള്ളതുകൊണ്ടല്ല, കഥാപാത്രങ്ങൾ അങ്ങനെ വരുന്നുണ്ടാണ്. അപ്പോൾ മറ്റുള്ള ആൾക്കാരോട് അഭിനയിച്ചത് മേനകയൊക്കെ ഉണ്ടല്ലോ, ഒരുപാട് പേരുണ്ട് ഇപ്പോഴത്തെ പിള്ളേരില്ലേ. ഇഷ്ടപ്പെട്ട ഡയറക്ടർ? അതും ഇതൊക്കെ ഈ ചോദ്യങ്ങൾ. അല്ല സർ, ആരോട് കൂടെ അഭിനയിക്കുമ്പോഴാണ് കൂടുതൽ കംഫർട്ടബിൾ ആണ് തോന്നിയിരിക്കുന്നത്? എനിക്ക് കംഫർട്ടല്ല നോക്കുന്നത്, അവർക്ക് കംഫർട്ടബിൾ ആകുക എന്നുള്ളതാണ്. ഐ മേക്ക് മൈ സെൽഫ് കംഫർട്ടബിൾ ഫോർ ദം. അതാണ് നല്ല. ഞാൻ കംഫർട്ടബിൾ ആയിട്ട് കാര്യമില്ല, ഞാൻ അവർക്ക് എന്നെ വെച്ച് പടം കൊടുക്കാൻ കംഫർട്ട് ഉണ്ടാക്കി കൊടുക്കുക എന്നുള്ളതാണ്. അതിപ്പോൾ എല്ലാവർക്കും മാക്സിമം നമ്മൾ ചെയ്തു കൊടുക്കും.